ഒരു നബി പോലും ഒരു സന്ദർഭത്തിൽ പോലും അള്ളാഹു അല്ലാത്തവരോട് തേടിയില്ലെന്നു മാത്രമല്ല, അവരെല്ലാം തങ്ങളുടെ അനുയായികളോട് പറഞ്ഞു പഠിപ്പിച്ചതുണ്ട്, നിങ്ങൾ അള്ളാഹു ചോദിക്കണം എന്നാണ്. നോക്കൂ, ഇന്ന് ആളുകളോട് നമ്മൾ പറയാം, നീ അള്ളാഹുവിനോട് മാത്രം സഹായം തേടണം, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് ആൾക്കാർ ദേഷ്യം പിടിക്കും. വെള്ളം ചോദിക്കൂലേ നിങ്ങൾ, ഭാര്യനോട് കുടിക്കാൻ വെള്ളം ചോദിക്കൂ. ആ പറയുന്ന വാക്ക് അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഉണ്ടാക്കിയ വാക്കല്ല. ഇന്ന് ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ ആൾക്കാർ ദേഷ്യം പിടിക്കാൻ, അല്ല മാത്രം നീ വെള്ളം ചോദിക്കാൻ ആരോടെ ചോദിക്കാൻ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ കുഞ്ഞായിരുന്ന ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു കൊടുക്കാൻ, ചെറിയ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇസ്ലാമിന്റെ അഖീദയിലെ മദ്രസ പാഠമാണ്. എന്താ പറഞ്ഞു കൊടുത്തത്? ഇദാ സഅൽത ഫസ്അലില്ലാ. നോക്കൂ, ഇവർ ഇന്ന് പറയുന്നത് പോലെയാണെങ്കിൽ അവിടെ എന്തൊക്കെ പറയണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅൽത, അറബി അറിയുന്നവർക്കറിയാം, ഷർത്ത് ജവാബിന്റെ ശൈലിയാണ്. നീ ചോദിക്കുകയാണെങ്കിൽ അതിലെല്ലാ ചോദ്യം പെട്ടു, ആ ചോദ്യത്തിൽ എല്ലാ ചോദ്യവും പെട്ടു. ഇനി ഒരു ചോദ്യം അതിൽ നിന്ന് ഒഴിവല്ല. ഇദാ സഅൽത, നീ ചോദിക്കുകയാണോ, ഫസ്അലില്ലാ, നീ അള്ളാഹുവിനോട് ചോദിക്കുക. അതുകൊണ്ട് പണ്ഡിതന്മാർ, ചില ഉലമാക്കൾ അങ്ങനെ രേഖപ്പെടുത്തിയത് കാണാം. ഖുർആനിൽ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കണമെന്ന് എവിടെയില്ല, ചോദിച്ചോളുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ചോദിക്കരുത് എന്നാണ് പറഞ്ഞത്. അത് അനുവദിക്കപ്പെട്ട, സാധാരണഗതിയിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ വരെ ചോദിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. അതാണ് ഏറ്റവും പൂർണ്ണത എന്ന് പഠിപ്പിച്ചത്. ഒക്കെ തൗഹീദിന്റെ പൂർണ്ണതയുടെ ഭാഗമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചധികം സഹാബിമാരെ ഉപദേശിക്കുന്നതിനിടയിൽ പല ഉപദേശങ്ങൾ നൽകിയതിന് ശേഷം സഹാബി പറയാൻ, അവസാനം ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, വലാ തസ്അലുന്നാസ ശൈഅൻ, നിങ്ങൾ ജനങ്ങളോട് ഒന്നും ചോദിക്കരുത്. കാരണം അത് എല്ലാവർക്കും താങ്ങൂല. ഈമാനിന്റെ പരിപൂർണ്ണതയിൽപ്പെട്ടതാണ് ഒന്നും ചോദിക്കാതിരിക്കാനാണ്. കാരണം അള്ളാഹുവിന്റെ അബ്ദാവുക എന്നതിന്റെ പൂർണ്ണതയാണ്. റബ്ബിനോട് ചോദിക്കോളൂ, ഞാൻ വേറെ ചോദിക്കൂല. അതുകൊണ്ടാണ് മദ്ഹബിലെ ചില ഇമാം അഹ്മദിന്റെ ചില അഭിപ്രായങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നും, സുബ്ഹാനല്ലാഹ്, അത് എത്ര വരെ ഒരാൾ സഹിക്കേണ്ടി വരുമെന്ന്. സബർ, ഒരു സഹായം മറ്റൊരാളോട്. എന്നാൽ നമ്മളെ നാട്ടിൽ ഇന്ന് ആൾക്കാർ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ത് ചോദിക്കാനാണ്. മാത്രമല്ല ചിലർ പറഞ്ഞു വെച്ചു, അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക എന്നത് ഇബ്ലീസിന്റെ വാദമാണ്. നഊദു ബില്ലാഹ്. എത്ര ഗുരുതരമായ വാക്കാണ്. ചില ആൾക്കാർ പറയും, അതൊക്കെ ഔലിയാക്കന്മാരുടെ പദവിയാണ്, വലിയ വലിയ പദവിയിലെത്തി ദർജയിലെത്തിയ ആൾക്കാർക്ക് അത് സാധിക്കുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിച്ചു കൊടുത്ത ആർക്കാണ്? ചെറിയ കുട്ടിക്കാണ്, ഇബ്നു അബ്ബാസിനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഇസ്ലാമിലെ മദ്രസ പാഠമാണ്. ഇത് വലിയ പദവി എത്തിയവർക്ക്, അത് ഔലിയാക്കന്മാർക്ക് അങ്ങനെ അള്ളാഹോട് ചോദിച്ചു, നമുക്ക് അങ്ങനെ അള്ളാഹ് നേരിട്ട് ചോദിക്കാം. അങ്ങനെയാണോ? ഇബ്നു അബ്ബാസെ, മോനെ, നീ വലിയ ഇബാദത്തൊക്കെ ചെയ്ത് വലിയ സ്ഥാനം എത്തിയാൽ, വലിയ ആളായി പിന്നെ അള്ളാഹോട് ചോദിച്ചോളാണോ? അല്ല. ഇദാ സഅൽത ഫസ്അൽ, മോനെ, നീ ചോദിക്കാതെ അള്ളാഹോട് ചോദിക്കാൻ പാടും. ഇസ്ലാം പഠിപ്പിച്ച പാഠം. വലാ തസ്അലുന്നാസ ശൈഅൻ, നിങ്ങൾ ജനങ്ങളോട് ഒന്നും ചോദിക്കരുത് എന്ന് സഹാബിമാരിൽ ചേർക്കേട്ടു. ഇത് പ്രാവർത്തികമാക്കിയത് എങ്ങനെയാണ്? ഹദീസ് റിവായത്ത് ചെയ്ത പണ്ഡിതന്മാർ പറയാൻ, തബഈങ്ങൾ പറയാൻ, അവരിൽ ചിലർ തന്റെ ഒട്ടകപ്പുറത്തിരിക്കുന്ന സന്ദർഭത്തിൽ കയ്യിലുള്ള ഒരു വടി താഴേക്ക് വീണാൽ അതൊന്നും എടുത്തു നൽകാൻ മറ്റുള്ളവരോട് ചോദിക്കാറുണ്ടായിരുന്നില്ല. അത്ര വരെ വേറെ ആൾ ചോദിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം അള്ളാഹുവിന്റെ അബിദാകുക എന്നതിന്റെ പൂർണ്ണതയാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഒരു മുസ്ലിം അവൻ അജ്ജത്തുള്ളവനാണ്, അവൻ അള്ളാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, നീ എത്രമാത്രം അള്ളാഹുവിന്റെ അടിമയാണ്, അത്രയും നീ സൃഷ്ടികളുടെ അടിമത്തത്തിൽ നിന്ന് പരിപൂർണ്ണമായി പരിശുദ്ധനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, അവിടുന്ന് താമസിച്ചിരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ കരഞ്ഞുപോയി എന്നാണ്. ഈറനണിയല്ല, കരഞ്ഞുപോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിരുന്നത് ഒരു പുൽപ്പായയിലായിരുന്നു. ആ ചെറിയ മുറിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിരുന്നത്. പക്ഷെ അവിടുന്ന് ദുനിയാവിലെ ഏറ്റവും അള്ളാഹുവിനോട് അടിമത്തമുള്ള, ഏറ്റവും സ്ഥാനം ലഭിച്ച, ഏറ്റവും ഉന്നതമായ പദവിയുള്ളവരെയാണ്.